ലിസുമാമ സ്കൂളിൽ പോയിട്ട് താമസിച്ചോ? ബെന്നിച്ചാ, ഇലക്ഷനൊക്കെ ആയില്ലയോ? അപ്പൊ ഇന്നലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ആയി. അപ്പം കൗൺസിലറായിട്ട് മത്സരിക്കുകയാണ്. അന്നേരം എല്ലാവരുടെയും കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് തന്ന അതേ പിന്തുണ തീർച്ചയായിട്ടും വീണ്ടും ഈ തവണ. ഓ ശരിയാണ്. സ്ഥാനാർത്ഥിയെ കുറിച്ച് ഭയങ്കര ഇതാണല്ലോ, ജനങ്ങളെല്ലാം ഭയങ്കര ആവേശത്തോടു കൂടിയാണ് ആണല്ലയോ. ഞങ്ങളിവിടെ രാവിലെ മുതൽ തന്നെ അറിഞ്ഞു. കാരണം ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ ഫ്ലെക്സും എല്ലാം നാട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ചിരുത്തിയേക്കുന്നു. അപ്പൊ ആരാ ഈ വൈറൽ താരം ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ്. കാരണം എത്ര വർഷം നിർത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മടുപ്പില്ലല്ലയോ. അപ്പം എങ്ങനെയാണ് ഇപ്പൊ ഇന്നലെയാണ് DCC പത്തനംതിട്ട ജില്ലാ നേതൃത്വം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. വീണ്ടും ഇവിടെ എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി ഈ ജനങ്ങളെ മറ്റേ എതിരില്ലാതെ തന്നെ ഇപ്പോൾ ജയിച്ചു എന്നുള്ളൊരു പ്രതീതിയിലേക്കാണ് വരുന്നത്? എങ്ങനെയാണ് ഈ കഴിഞ്ഞ 10 വർഷമായി ഈ കുമ്പഴയിലെ ഈസ്റ്റ് അല്ലയോ, ഈ കുമ്പഴ ഈസ്റ്റിലെ മണ്ഡലത്തിലേക്ക് വീണ്ടും ഒരു ജനങ്ങൾ ഏറ്റെടുത്ത് എങ്ങനെയാണ് അവരിലെ? ഞാൻ 11 വർഷക്കാലം കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സൺ ആയിരുന്നു പത്തനംതിട്ട നഗരസഭയിൽ. അപ്പം അങ്ങനെ കുടുംബശ്രീ അംഗങ്ങളുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം വെച്ചാണ് എനിക്ക് ആദ്യത്തെ 2015-20 കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി ഒരു സീറ്റ് തരികയും അങ്ങനെ നിന്നു. പക്ഷേ ഒരു പുതുമുഖം എന്നുള്ള രീതി നോക്കാതെ തന്നെ ഈ വാർഡിലെ എല്ലാ ജനങ്ങളും എന്നെ ജയിപ്പിച്ച് നല്ല ഭൂരിപക്ഷത്തോടുകൂടി നഗരസഭാ കൗൺസിലറാക്കി വിട്ടു. അതിനുശേഷം വീണ്ടും വാർഡ് ജനറലായി. അപ്പോൾ ആ ജനറൽ ആയപ്പോഴും ഈ വാർഡിലെ ജനങ്ങളാണ് അവർ വീണ്ടും എനിക്ക് സീറ്റ് തരണം എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനറൽ വാർഡായിട്ട് പോലും കോൺഗ്രസ് പാർട്ടി എനിക്ക് സീറ്റ് തരികയും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊക്കെ എനിക്ക് നല്ല ഭൂരിപക്ഷത്തിൽ 536 വോട്ടുകൾ, ഞാൻ 834 പോളിംഗ് നടന്നതിൽ ഇത്രയും വോട്ടോട് കൂടിയാണ്, മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയാണ് കഴിഞ്ഞ രണ്ടാമത്തെ തവണയും 2020-25 കൗൺസിൽ കാലഘട്ടത്തിലേക്ക് നഗരസഭയുടെ പ്രതിനിധിയായത്. ഇപ്പം വീണ്ടും വാർഡ് വനിതാ വാർഡായി. ഞാൻ സ്ഥാനാർത്ഥി മോഹത്തോടൊന്നും നിന്നതല്ല. പക്ഷേ ഞാൻ ഈ വാർഡ് വനിതയായി എന്നറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ആൾക്കാർ തന്നെ ചുമരെഴുത്തുകളും ഫ്ലെക്സുകളും ഒക്കെ വെച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർ തന്നെ അവരെല്ലാം ഞാൻ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ വീട്ടിലെ ഓരോ വീട്ടിലെയും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് അവരെന്നെ കാണുന്നത്. അവരുടെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ പങ്കാളിയാണ്. എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഈ വാർഡിലെ ജനങ്ങൾ ഒന്നടങ്കം എൻ്റെ കൂടെ ഉണ്ട്. അവർക്ക് രാഷ്ട്രീയമില്ല. ഞാൻ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചിഹ്നമായ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നുവെങ്കിലും എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെന്നോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആൾക്കാരോട് ആ ഒരു രീതിയിലല്ല. എല്ലാ ജാതി രാഷ്ട്രീയ ഭേദമെന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരോടും ഒറ്റക്കെട്ടായിട്ടാണ് ഞാൻ ഒരേ മനസ്സോടാണ് പെരുമാറുന്നത്. എൻ്റെ മനസ്സിൽ രാഷ്ട്രീയ ചിന്തയോടല്ല ഞാൻ ആളുകളോട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എന്നെ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് വോട്ട് ചോദിച്ചായിട്ട് റിപ്പോർട്ട് വരണേ എന്ന് ചോദിച്ചുകൊണ്ട് തരേണ്ട ഒരു അവസ്ഥയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണയായിട്ട് നമുക്കിപ്പോൾ ഒരു മെഡിക്കൽ ഓഫീസർ, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു നല്ല ഡോക്ടർ പോകുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അല്ലെങ്കിൽ അതുപോലുള്ള നല്ല ഉദ്യോഗസ്ഥന്മാർ പോകുമ്പോൾ ആ ആൾ തന്നെ തിരിച്ചു വരണമെന്ന് പറഞ്ഞ് നമുക്ക് പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ വാർത്ത കണ്ടിട്ടുണ്ട്. ആ പുള്ളിക്കാരനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, സാർ തന്നെ ഇവിടെ സ്ഥിരം വേണമെന്ന്. അങ്ങനെ എന്താണ് നിങ്ങൾക്ക് തോന്നാണ്? ഈ സ്ഥാനാർത്ഥി അംബിക വേണു തന്നെ അതേ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്കിപ്പം. ഒരു സഹോദരി എന്നേ ഞങ്ങൾക്ക് പറയാനൊക്കത്തു. ഏതവസ്ഥയിലും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഏത് കാര്യത്തിലും അന്നേരം തന്നെ ഇപ്പം ഒരു പേപ്പർ എഴുതി തരണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകണ്ട, അതിനു മുമ്പേ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് ആ പേപ്പറുമായിട്ട് വന്ന് സൈൻ ചെയ്ത് സീല് അടിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്ന് ആ കാര്യങ്ങൾ നടന്നോ എന്ന് വരെ ചോദിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അതിനേക്കാളുപരിയായിട്ട് നമ്മുടെ വീട്ടിലെ ഒരു കുടുംബത്തെ പോലെയാണ്. നമ്മുടെ വീട്ടിലെ ഒരു കുടുംബത്തിലെ ഒരു അംഗം എങ്ങനെയാ അതേ രീതിയിലാണ് ഓരോ കുടുംബത്തിലും. ഇപ്പൊ തന്നെയാണെങ്കിൽ നമ്മുടെ ഈ പത്തനംതിട്ട ജില്ലയിൽ ഇന്നലെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ. പക്ഷേങ്കിൽ അതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെയാണ് നിങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്താണ് ഈ അംബിക വേണുവിന്റെ സ്വാഗതമൊന്നും ഫ്ലെക്സും ഒന്നും എഴുതിയേക്കുന്നത്. എങ്ങനെയാണ് ഈ അംബിക വേണുവിന്റെ പ്രവർത്തനത്തെ കാണുന്നത്? അംബിക വേണു ഞങ്ങളാണ് എഴുതിയത്, സ്വന്തം പൈസ മുടക്കി. അംബിക വേണു പോലും അറിഞ്ഞില്ല. അംബിക വേണു അറിയാതെ തന്നെ ഇവിടെ എഴുതി, പിന്നെ ഒരു ഫ്ലെക്സ് ബോർഡ് ഇട്ടു. അതിലെ കോൺഗ്രസിന്റെ ചിഹ്നമോ കാര്യങ്ങളോ കൈപ്പറ്റി ഒന്നുമില്ല. ഒരു സാധാരണ പെയിന്റ് കൊണ്ട് എഴുതി, ഒരു പെയിന്റ് സപ്ലൈ തന്നു, പിന്നിച്ച മതിൽ വന്നത് എഴുതി. അത് ആർട്ടിസ്റ്റിനെ വിളിച്ച് ചെയ്തു. പക്ഷേ എഴുതി കഴിഞ്ഞിട്ട് അംബിക വേണു വാട്സാപ്പിൽ അയച്ചു കൊടുത്തപ്പോഴാണ് അംബിക വേണു അറിയുന്നത്. അത് അംബിക വേണു കുഴപ്പമാവുന്ന അംബിക വേണു ചോദിച്ചു. ഒരു കുഴപ്പമില്ല, അതിനകത്ത് ചിഹ്നം കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾ അതിവിടെ ചിഹ്നം വരയ്ക്കും. ഞങ്ങൾ ഇനി കോൺഗ്രസിന്റെ ആ ചിഹ്നത്തിൽ അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ അംബിക വേണു എന്നുള്ള എഴുതും. ഇന്നലെ കൈശാന്തി ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്താ ചിഹ്നം എഴുതാന്ന് ചോദിച്ചു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. പക്ഷെങ്കിൽ
സൂര്യൻ കിഴക്കുദിക്കുന്ന പോലെ ഈ വാർഡിൽ എപ്പോഴും ഉണ്ട്. എവിടെ നോക്കിയാലും കിഴക്കും പടിഞ്ഞാറും ഉണ്ട്. ഏത് പേപ്പറും ഏത് സാധനങ്ങളും ഈ ഫയലിൻ്റെ അകത്തുണ്ട്. ഒരാവശ്യത്തിന് മുനിസിപ്പാലിറ്റി വേണ്ട ഇപ്പം പറഞ്ഞില്ലേ, അത് എഴുതി തരും. ആധാർ കാർഡ് ഉണ്ടോ, ആധാർ കോപ്പിയുമായിട്ട് അച്ഛൻ അവിടോട്ട് പോകും, അവിടെ പോയി അത് എടുക്കെന്ന് പറയും. അതാണ് ജനത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ജനത്തിൻ്റെ കൂടെ അംബിക എപ്പോഴും ഉണ്ട്, അംബികയോട് എപ്പോഴും ജനമുണ്ട്. അതാണ് ജനങ്ങളുടെ വിശ്വാസം. പാർട്ടിക്ക് വിജയം നേടും. കഴിഞ്ഞ വർഷനാട്ടി 100% കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷത്തിനെക്കാട്ടി നല്ല ഭൂരിപക്ഷത്തിൽ അംബിക വേണി ജയിക്കും. അതുകൊണ്ട് ജനങ്ങളോട് താല്പര്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ജനറൽവാർഡായിരുന്നു, പക്ഷേ കൈപ്പത്തി ജനത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്താൻ വേണ്ടി നോക്കി. പക്ഷേ ജനങ്ങൾ പറയുന്നു അംബിക വേണു മതി. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വീണ്ടും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വനിതാ വാർഡിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയുടെ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ നിന്നായിരുന്നെങ്കിലും ഞങ്ങൾ എപ്പോഴും പറയുന്നു, ആ ഒരു കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി അംബികാവിനെതിരായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്തുവാണെങ്കിൽ, പത്തനംതിട്ട DCC നിർത്തുവാണെങ്കിൽ അംബികാവിനെ ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ജയിപ്പിക്കും. അതാണ് ഞങ്ങളുടെ അവകാശം. അതാണ് അംബിക വേണം, ഈ വാർഡിൽ വേണമെന്നാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്ത് കാണുമല്ലോ, രാഷ്ട്രീയത്തിന് അതീതമായി. ഇനിയും എന്തൊക്കെയാണ് ഇനിയും ഇവിടെ പൂർത്തീകരിക്കാൻ? എന്തെങ്കിലും പൂർത്തീകരിച്ചിട്ടുണ്ട്? ഒത്തിരി കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരു തവണ UDFന്റെ ഭരണസമിതിയുടെ സമയത്തും അതുപോലെ തന്നെ ഇപ്പോൾ LDFന്റെ ഭരണസമിതിയുടെ 2 കാലഘട്ടത്തിലായിട്ട് കൗൺസിലിനെ പ്രതിനിധീകരിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു. ആദ്യത്തെ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച കുണ്ടുമൺകര കോട്ടപ്പാറ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് 1 കോടി രൂപ മുതൽ മുടക്കി ചെയ്തൊരു പദ്ധതിയാണ്. കാരണം അത്രമാത്രം കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമായിരുന്നു എൻ്റെ. ടാങ്കർ ലോറികൾ പോലും വെള്ളം എത്തിക്കാൻ നോക്കിയാൽ പോലും വണ്ടികൾ പോലും കയറാതെ തലച്ചുമടായിട്ട് കൊണ്ടുപോകുന്ന സ്ത്രീകളടക്കമുള്ള ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ നേരിട്ട് കണ്ട്. ഞാനൊരു സാധാരണ കുടുംബത്തിലെ അംഗമാണ്, നമുക്ക് അതുകൊണ്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് തുക വകയിരുത്തുകയും ആ പദ്ധതിക്ക് തുടങ്ങുകയും, പക്ഷേ ഈ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ എനിക്കത് പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ വാർഡിൽ നിന്ന് കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങൾ വളരെ കുറവാണ്. ഒരു 95% ആളുകൾക്കും കൂടെയുള്ള ഒരു വളരെ ചുരുക്കം ചില ഭാഗങ്ങളും കൂടെ മാത്രമേ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുള്ളൂ. അതുപോലെ തന്നെ അങ്കണവാടി വാടകക്കട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു അങ്കണവാടി, സ്ഥലമില്ലാതെ അങ്കണവാടി ടീച്ചർ എപ്പോഴും പറയുമ്പോഴേ ഞാൻ ഓർക്കായിരുന്നു സ്വന്തമായി ഒരു സ്ഥലം ലഭ്യമാക്കി ഒരു അങ്കണവാടി പണിയാൻ. അങ്ങനെ അത് കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങി ഒരു സ്മാർട്ട് അങ്കണവാടി തന്നെ പണിയുവാനും, സ്ഥലം ഒരു വ്യക്തി സൗജന്യമായി നൽകി അവിടെ ഒരു സ്മാർട്ട് അങ്കണവാടി പണിഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ ഈ കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ അങ്കണവാടി തുറന്നു കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഒട്ടേറെ റോഡുകളായാലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ PMAY ഭവന നിർമ്മാണ പദ്ധതിയിൽ 60ഓളം കുടുംബങ്ങൾക്ക് ഭവനമില്ലാത്ത ആൾക്കാർക്ക് കുടുംബം നൽകുവാനായിട്ട് കഴിഞ്ഞു. സമ്പൂർണ്ണ പെൻഷൻ വാർഡ് ആക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി അർഹരായ മുഴുവൻ ആൾക്കാർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭ്യമാക്കി കൊടുത്തു. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ വാർഡ് ഒരു മലയോര വാർഡായതുകൊണ്ട് 4 കുന്നുകൾ ചേരുന്ന ഒരു വാർഡാണ്. കുണ്ടുമൺകര ഹരിപ്പാട്ട് മുരിപ്പ്, കോട്ടപ്പാറ മുരിപ്പ്, നെടുമനാൽ എഴുപ്പുര മുരിപ്പ്, അതുപോലെ തന്നെ ശിവവിലാസം മണ്ണിൽ മുരിപ്പ്, ഇങ്ങനെ ഇത്രയും ഭാഗങ്ങളുണ്ട്. ഈ മലയോര വാർഡിലേക്ക് നമുക്ക് തുച്ഛമായി ലഭിക്കുന്ന ഫണ്ടുകൾ കൊണ്ടൊന്നും വികസനങ്ങൾ എത്തിക്കാൻ പറ്റില്ല. റോഡുകളെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. ടൗണിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നല്ല വികസനത്തിൽ എത്തിച്ചേർന്നെങ്കിലും, പക്ഷേ ഓരോ വാർഡിൻ്റെയും ബൈ റോഡുകളെ ഇടപെടികൾ എടുക്കുമ്പോൾ ഇപ്പോഴും വികസനം അവിടെ എങ്ങും എത്തിച്ചേർന്നിട്ടില്ല. നമ്മുടെ കുഴപ്പമില്ല, നമ്മളെല്ലാം റോഡുകൾക്കെല്ലാം ആവശ്യമായ പ്ലാനിൽ ഉൾപ്പെടുത്തുകയും എസ്റ്റിമേറ്റുകളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് അതിനാവശ്യമായ ഫണ്ട് ലഭ്യമല്ലാത്തതുകൊണ്ട് റോഡുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇത്തവണ വീണ്ടും ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ എൻ്റെ വാർഡുകളിലെ റോഡുകൾ മുഴുവൻ നല്ല വൃത്തിയാക്കിക്കൊണ്ട് എനിക്ക് റോഡുകൾ ഗതാഗത യോഗ്യമാക്കി തീർത്തിട്ട് എല്ലാ റോഡുകളും ഭംഗിയാക്കി തീർക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. മറ്റ് പാർട്ടികളെ BJPയോ അല്ലെങ്കിൽ CPMോ അല്ലെങ്കിൽ വേറെ ഏത് പാർട്ടികളായിക്കോട്ടെ, അവർ ഈ വാർഡിൽ സ്ഥാനാർത്ഥി അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർക്കൂടെ ഈ കഴിഞ്ഞ 10 വർഷമായി അംബിക വേണുവിൻ്റെ സഹായം എത്തിക്കാണുമല്ലോ. തീർച്ചയായും ആർക്കും ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. അംബിക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്നോ അങ്ങനെ ഒന്നും അല്ല. എല്ലാവർക്കും ഒരു സഹോദരി ആ രീതിയിലാണ് എല്ലാവരും കാണുന്നത്. ഏത് കാര്യത്തിലും ആ വീട്ടിലുണ്ട്. അപ്പൊ ഇനി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും ഇനി ജയിച്ച പോലെ തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായും. സ്ഥാനാർത്ഥികളെ കിട്ടിയിട്ടില്ല എന്റെ അറിയിൽ ഇന്ന് ഇപ്പൊ വരെ. അപ്പൊ പിന്നെ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ അവര് നിർത്തുമായിരിക്കാം, എനിക്കറിയില്ല, ഇതുവരെ ആയിട്ടില്ല. അപ്പം ഇത് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കക്ഷി മത രാഷ്ട്രീയ എല്ലാത്തിനും അതീതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ജനകീയമായിട്ടുള്ള ഏക വ്യക്തി അതേ ഉള്ളൂ. അതിന് മാറ്റി പറയാൻ ഞങ്ങൾ അതിന് തയ്യാറല്ല. കോൺഗ്രസിന്റെ ഭരണം നഗരസഭയിൽ എത്തുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ കുമ്പഴ വാർഡിന് വേണ്ടത് നിങ്ങളുടെ നാട്ടുകാരുടെ? ഭരണം കഴിഞ്ഞ വർഷം എത്താന്തിയായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഇപ്പോഴും 11 സീറ്റിലേക്ക് കാൻഡിഡേറ്റിനെ തീരുമാനിച്ചത്. പക്ഷെങ്കിൽ ഞങ്ങൾ ഏകകണ്ഠമായിട്ട് ബൂത്ത് കമ്മിറ്റി പൂർത്തിയാക്കി അംബിക ഡിക്ലെയർ ചെയ്തപ്പം അംബിക ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി. അതുപോലെ കോൺഗ്രസിന്റെ ഭരണം കുമ്പഴ എത്തുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ടായിട്ട് നമ്മുടെ പ്രദേശങ്ങളിൽ ഒത്തിരിയും ഇതുണ്ട്. ഇപ്പം റോഡിന്റെ കാര്യമില്ല, റോഡെല്ലാം ഭയങ്കര ശോചനീയ അവസ്ഥയാണ്. ഇപ്പം ഈ കൊട്ടപ്പാറം വരയിൽ ഒരു കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നു. അതുകൊണ്ട് ഇവിടുത്തെ വെള്ളത്തിന്റെ ക്ഷാമം പരിഹരിച്ചു.
അത് അംബികയാണ് മുൻകൈ എടുത്തത്. പക്ഷേ ഇടതുപക്ഷം സക്കീർ ഹുസൈൻ ഭരിക്കുന്നതാണെന്ന് പറഞ്ഞാലും അതിന് മുൻകൂട്ടി ഒരു കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ അയച്ച ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാലും അത് അവിടെ ചെന്ന് പറഞ്ഞ് നേടിയെടുക്കാനുള്ള കഴിവ് അംബിക വേണുവിനുണ്ട്. 15 വനിതാ സ്ഥാനാർത്ഥികളുണ്ട്, 3 ഹരിജൻ സ്ഥാനാർത്ഥികളുണ്ട്. ഈ പ്രാവശ്യം അഥവാ ചെയർപേഴ്സൺ ആണ് ആവുന്നത്. ചെയർപേഴ്സൺ ആവണമെങ്കിൽ ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസമുണ്ട് ഒരു 2.5 വർഷമെങ്കിലും അംബിക വേണുവിന് ചെയർപേഴ്സൺ സ്ഥാനം കിട്ടുമെന്ന് ഉദ്ദേശിച്ചത്. എൻ്റെ വിശ്വാസം, ഞങ്ങളുടെ എല്ലാവരും വിശ്വാസം. അംബിക വേണു 5 വർഷത്തിനുള്ളിൽ 2.5 വർഷമെങ്കിലും അംബിക വേണു ചെയർപേഴ്സൺ സ്ഥാനം കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒത്തിരിയും കാര്യങ്ങളിവിടെ ചെയ്തു തീർക്കാനുണ്ട്, അതെല്ലാം ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ 10 വർഷവും നല്ല നല്ല കാര്യങ്ങളിൽ പ്രവർത്തിച്ചു. ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങൾ അംബിക വേണുവിനൊപ്പമാണ്. ഈ പൂർണ്ണ വിശ്വാസത്തിലാണ് അംബിക വേണു വീണ്ടും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട നഗരസഭയിലെ 9ാം വാർഡിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കുമ്പഴയിൽ നിന്നും കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.